ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാമോ? പേര് രാജൻ ജോസഫ്. ഇദ്ദേഹം ഏതോ ഒരു ചാനലിൽ ഇരുന്ന് വാർത്തകളൊക്കെ വായിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ എന്തോ കാരണത്താൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അതനുസരിച്ച് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും തനിക്ക് ഇഷ്ടമുള്ളത് പറയുകയും ചെയ്യുന്ന, ഒരിക്കലും ആളുകൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ മാത്രം യാഥാർത്ഥ്യമാണെന്ന രീതിയിൽ തള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് മാത്രമേ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം താൻ പറയുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പോലും ഇദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഉൾക്കൊള്ളിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് എപ്പോഴും പച്ചക്കള്ളമായിരിക്കുമെന്ന് ഇദ്ദേഹത്തിന്റെ ചാനൽ കാണുന്നവർക്ക് പോലും അറിയാം. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഭക്ഷണം കഴിക്കാനും ആളുകളെ കുറ്റം പറയാനും മാത്രം വായ തുറക്കുന്ന മനുഷ്യൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല നായകന്മാരും ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ നന്മയുള്ള മുഖങ്ങളായി കാണുന്ന പലതരത്തിലുള്ള വിഗ്രഹങ്ങളും ഒടിഞ്ഞു പോകുന്നതും കാണേണ്ടി വന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ പല നായികമാരും പല നായകന്മാരും ഒറ്റ സ്വരത്തിൽ പറയുന്ന പേരാണ് മമ്മൂക്ക. ഒരുപക്ഷെ ഇങ്ങനെ ആരൊക്കെ പെട്ടാലും എല്ലാവരും തന്നെ ഉൾപ്പെട്ടാലും മമ്മൂക്ക എന്ന പേര് ഒരിക്കലും തന്നെ ഈ വിഷയത്തിൽ വരില്ല. കാരണം അത്രയ്ക്കും ഉറപ്പുണ്ട് ഫാൻസിനും നായകന്മാർക്കും മമ്മൂട്ടിയെ അടുത്തറിയുന്ന എല്ലാവർക്കും. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ സിനിമയിൽ അഭിനയിച്ച നായികമാരടക്കം പറഞ്ഞത് ആവശ്യത്തിനല്ലാതെ ഒരു തമാശ പോലും സ്ത്രീകളുമായി മമ്മൂക്ക പറയാറില്ല എന്ന രീതിയിലാണ്. കാരണം അത്രയ്ക്കും ശ്രദ്ധിച്ച് മാത്രമാണ്, സ്ത്രീകളെ ബഹുമാനിച്ചും മാന്യതയോട് മാത്രമാണ് മമ്മൂക്ക സംസാരിക്കാറുള്ളൂ. ഒരുപക്ഷെ വിദേശത്തടക്കം ഷൂട്ടിംഗ് നടക്കുമ്പോൾ സ്വന്തം ഭാര്യയെയും ഒപ്പം കൂട്ടി പോകുന്ന ഏക നായകൻ. ഈ രാജൻ ജോസഫും മമ്മൂക്കയുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ രാജൻ ജോസഫിന്റെ ശ്രമം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ, ഹേമ കമ്മിറ്റി വിഷയത്തിൽ മമ്മൂക്കയെ കൊടുക്കണം. അതായത് മമ്മൂക്ക പീഡന വീരനാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അതിനുവേണ്ടി പലതരത്തിലുള്ള വീഡിയോകളാണ് ഈ വൃദ്ധൻ ചെയ്തു കൂട്ടുന്നത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയകളിൽ കണക്കിന് കിട്ടുന്നുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുവാനുള്ള ഈ മനോധൈര്യം കൊണ്ട് പലതരത്തിലുള്ള ട്രോളുകളും ഇദ്ദേഹത്തെ തേടി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ പേരടിച്ചാൽ തന്നെ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ പലതരത്തിലുള്ള വർഗീയപരമായ ചിന്തകളും മറ്റുള്ളവരോട് അസൂയ വച്ച് പുലർത്തുന്ന കാര്യങ്ങളുമായി ഒരുപാട് വീഡിയോകളാണ് വൃദ്ധനായ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. താടിയും മുടിയും ഒക്കെയും നരബാധിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും കുഷ്ഠത മാത്രമാണെന്ന് ഇദ്ദേഹത്തിന്റെ ഓരോ വീഡിയോ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവസാനം ഇദ്ദേഹം പോയി എടുത്തുപൊക്കാൻ ശ്രമിച്ചത് മമ്മൂക്ക എന്ന ഉരുക്കു മനുഷ്യനെ ആയതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിന് ഒരുപാട് തെറിയാഭിഷേകങ്ങളും കിട്ടുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിൽ കുറച്ചെങ്കിലും ഇദ്ദേഹത്തെ ആളുകൾക്ക് മനസ്സിലാക്കാനും സാധിച്ചു. ഇനിയെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കാതെ യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന് മാത്രമാണ് ഈ വൃദ്ധനോട് പറയാനുള്ളത്.